പ്രവീൺ യാദവ് എന്നൊരാൾ ഡ്രൈവറായി ജോലി നോക്കുന്നു. പ്രവീൺ യാദവിന്റെ ജീവിതം എടുത്താൽ ചെറുപ്പം മുതൽ തന്നെ അത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. 2015 പ്രവീൺ യാദവ് രവീണ റാവു എന്നൊരു സ്ത്രീയെ കണ്ടുമുട്ടുന്നു. പരസ്പരം ഇഷ്ടപ്പെടുന്നു. രണ്ടുപേരും പ്രണയത്തിലാകുന്നു. അവസാനം 2017 പ്രവീണിന്റെ അച്ഛനായ സുഭാഷ് ഇവരുടെ ഒരു പ്രണയത്തെ അംഗീകരിച്ചു. അവസാനം രണ്ട് കുടുംബത്തിന്റെയും സമ്മതം ലഭിച്ച ശേഷം 2017 തന്നെ ഇവർക്ക് വിവാഹം നടക്കുന്നു. ഇങ്ങനെ രവീണ വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുന്നു. ഈ സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ ഒരു രസത്തിന് വേണ്ടി മാത്രം അവൾ അത് ചെയ്യാൻ തുടങ്ങി, സമയം പോക്കലിന്. അവളുടെ ഈ ഇൻസ്റ്റഗ്രാം റീൽ പതിയെ റീച്ച് ആകാൻ തുടങ്ങി. ഒരു ദിവസം പ്രവീണിന് വല്ലാത്ത ദേഷ്യം വരുന്നു. ഉടൻ തന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വല്ലാത്ത വഴക്കുണ്ടായി. ഇപ്പൊ രാവിലെ ഒരു 7 മണിയായിട്ടുണ്ടാകും. രവീണ എഴുന്നേറ്റ് ചുറ്റും നോക്കുമ്പോൾ അവളുടെ ഭർത്താവ് കിടക്കയിലില്ല. എന്റെ മകൻ ഇതുവരെയും വീട്ടിലെത്തിയില്ല, അവനെ കണ്ടെത്തി നൽകണമെന്ന് ഒഫീഷ്യലായി തന്നെ ഒരു കംപ്ലൈന്റ് കൊടുത്തു. ഇതിനുള്ള മറുപടി CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പോലീസിന് ലഭിച്ചു. അയാളെ കൂടാതെ മറ്റ് 2 പേർ കൂടെ ഉണ്ട്. പോലീസിന് ആ CCTV ഫുട്ടേജിലൂടെ ലഭിച്ച ആ തെളിവ് എന്താണ്? ആ ഫുട്ടേജിൽ കണ്ട ആ 3 വ്യക്തികൾ ആരെല്ലാം? അവർക്കും പ്രവീണിന്റെ മിസ്സിങ്ങിനും എന്താണ് ബന്ധം? ഇത് പ്രവീൺ യാദവ് കേസ് 2ാം ഭാഗം. ഇതിന്റെ 1ാം ഭാഗം കാണാത്തവരാണ് നിങ്ങളെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. എങ്കിൽ മാത്രമേ എന്ത് സംഭവിച്ചു എന്നുള്ളത് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. ഒരു ദിവസം പെട്ടെന്ന് പ്രവീൺ യാദവ് എന്ന ഈ ഡ്രൈവർ മിസ്സാകുന്നു. ജോലിക്ക് പോയ വ്യക്തി തിരികെ വീട്ടിലേക്ക് വന്നില്ല. പോലീസ് അന്വേഷണത്തിനിടയിൽ ആ ഏരിയയിലുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുകയാണ്. അങ്ങനെ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഈ പ്രവീണിന്റെ വീട് ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. അതേ ആൾ തന്നെ വെളുപ്പിന് ഒരു 3 മണിയോടുകൂടി ആ വീട്ടിലേക്ക് വന്നു. പക്ഷേ അപ്പോൾ അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല, കൂടെ വേറെ 2 പേർ കൂടെ ഉണ്ടായിരുന്നു. പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണത്തിൽ പുറകിലിരിക്കുന്ന 2 പേർ ആരാണെന്ന് അറിയാൻ സാധിച്ചില്ല. സത്യത്തിൽ ആ 3 പേരെ കുറിച്ചും പോലീസിന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പുറകിലുണ്ടായിരുന്ന ആ സ്ത്രീ ഷോൾ ഉപയോഗിച്ച് മുഖം മറച്ചിരിക്കുകയാണ്. ഈ ഡ്രൈവർക്കും പിന്നിലിരിക്കുന്ന സ്ത്രീക്കും ഇടയിലുള്ള ആ വ്യക്തി, അയാൾക്ക് യാതൊരു ബോധവുമില്ല, ഒരു ചലനവുമില്ല. ഒന്നുകിൽ അയാൾ മരിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെട്ടതായിരിക്കണം. ഇതായിരുന്നു പോലീസ് ആ ദൃശ്യങ്ങളെല്ലാം വളരെ ക്ലിയറായി നോക്കിയപ്പോൾ മനസ്സിലായത്. വേറെ ക്ലൂസ് ഒന്നും ഈ ഫുട്ടേജിൽ നിന്നും ലഭിക്കാത്തത് കൊണ്ട് ഈ ദൃശ്യങ്ങളെല്ലാം നേരെ പ്രവീണിന്റെ ബന്ധുക്കളെ പോലീസ് കാണിച്ചു. ഈ സമയം പ്രവീണിന്റെ അച്ഛൻ ഈ ഫുട്ടേജ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, സർ, ഈ ബൈക്കിൽ പിറകിലിരിക്കുന്ന ആ സ്ത്രീ അത് മറ്റാരുമല്ല, അത് എന്റെ മരുമകളാണ് എന്ന്. എനിക്ക് അവളെക്കുറിച്ച് ഇതിനകം തന്നെ സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ സംശയം സ്ഥിരീകരിച്ചു. മരുമകൾ എന്റെ മകൻ എന്തോ ചെയ്തിട്ടുണ്ട്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവളെ ചോദ്യം ചെയ്താൽ തീർച്ചയായും സത്യം മനസ്സിലാകുമെന്ന് എല്ലാവരും പോലീസിൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. ഇപ്പൊ പോലീസ് രവീണ എന്ന ഈ ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യാനായി കൊണ്ടുവന്നു. നോക്കൂ മാഡം, നിങ്ങളൊരു തിയറി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ തിയറിയും CCTVയിൽ കാണിച്ച ദൃശ്യങ്ങളും ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ പറഞ്ഞത് കള്ളമാണ് എന്ന് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയൂ, ശരിക്കും എന്താണ് സംഭവിച്ചത്? എന്നാൽ അപ്പോഴും ആ സ്ത്രീ അത് തന്നെ പറഞ്ഞു, സർ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഭർത്താവില്ല. എപ്പോഴും അദ്ദേഹം പോയതെന്ന് എനിക്ക് അറിയില്ല എന്നും അവർ പറഞ്ഞു. ഇപ്പൊ പോലീസ് അടുത്ത് മറ്റൊരു CCTV ദൃശ്യം കാണിച്ചു. നോക്കൂ, ഒരു വ്യക്തി ബൈക്ക് ഓടിക്കുകയാണ്. നിങ്ങളാണ് പുറകിലിരിക്കുന്നത്. നിങ്ങൾക്ക് 2 പേർക്കും ഇടയിലിരിക്കുന്നത് പ്രവീൺ തന്നെയല്ലേ? ഭർത്താവ് അബോധാവസ്ഥയിലാണോ അതോ മരിച്ചതാണോ? ഇപ്പോഴെങ്കിലും സത്യം പറയാമോ എന്ന് ചോദിച്ചു. ഈ CCTV ദൃശ്യങ്ങൾ കാണിച്ച ഉടൻ തന്നെ ആ സ്ത്രീ പൂർണ്ണമായും സ്തംഭിച്ചു പോയി. ഒരു നിമിഷം അവിടെമെങ്ങും ഒരു നിശ്ചലമായ നിശബ്ദതയുണ്ടായി. ഏകദേശം ഒരു 10 മിനിറ്റ് നീണ്ടുനിന്ന നിശബ്ദത. പിന്നെ അവൾ പോലീസിനെ നോക്കി പറഞ്ഞു, ശരി സാർ, സംഭവിച്ചതെല്ലാം ഞാൻ നിങ്ങളോട് പറയാം. പോലീസ് ആദ്യം അവളോട് ചോദിച്ചത്, ആ ബൈക്ക് ഓടിച്ചത് അതാരാണ്? അതിനവൾ പറഞ്ഞ മറുപടി, എന്നെ പോലെ തന്നെ അവനും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അവന്റെ പേര് സുരേഷ് എന്നാണ്. അവൻ ഒരു യൂട്യൂബ് ചാനലുമുണ്ട്. ഞങ്ങൾക്ക് ഏറെ നാളുകളായി അറിയാം. ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ ബന്ധവും ഉണ്ടെന്ന് അവൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അവൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്തു, യൂട്യൂബിൽ ഷോർട്സ് ചെയ്തു. ഇങ്ങനെ അവൾക്കൊരു പരിധിവരെയും വളർച്ച ലഭിച്ചു. അതവൾ ആസ്വദിക്കാനും തുടങ്ങി. അതിൽ നിന്ന് വരുന്ന ഒരു പരിമിതമായ വരുമാനവും അവൾ ആസ്വദിച്ചു. അതുവഴി ലഭിക്കുന്ന പ്രശസ്തി, കൂടാതെ അവൾക്ക് ലഭിച്ച ഒരുപാട് കമന്റ്സ്, ഇതൊക്കെ അവൾക്കൊരു ആസക്തിയായി മാറി. ഇത് വീണ്ടും വീണ്ടും ആവശ്യമായി വന്നു. അതേസമയം നൃത്തം ചെയ്യുന്ന വീഡിയോസ്, ലിപ്സിംഗ് വീഡിയോസ്, പ്രധാനമായും ചില ഗ്ലാമറസ് വീഡിയോസ് ഒക്കെ ചെയ്യും. അത് അവളുടെ ഭർത്താവിനൊരു നാണക്കേടായി മാറി. ഇക്കാരണത്താൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിൽ ഒരുപാട് പ്രശ്നം വന്നു. അതൊക്കെ നമ്മൾ ഇതിന്റെ 1ാം ഭാഗത്തിൽ തന്നെ കണ്ടതാണ്. എന്നാൽ ഈ പ്രശ്നം തുടർന്ന് സംഭവിച്ചു. ഈ സാഹചര്യത്തിലാണ് അവൾക്കൊരു യൂട്യൂബറുമായി പരിചയം ഉണ്ടാകുന്നത്. യൂട്യൂബർ അവളെ കോൺടാക്ട് ചെയ്ത്, നമുക്കൊരു കൊളാബറേഷൻ ചെയ്യാം, അതായത് എൻ്റെ യൂട്യൂബ് ചാനൽ, അതിലൊരു ഷോർട്ട് ഫിലിം എടുക്കുകയാണ്, അതിൽ നിങ്ങളൊന്ന് നായികയായി അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത സന്തോഷം. ഈ ഒരു അവസരത്തിനായാണ് അവൾ കാത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവൾ നായികയെ അഭിനയിക്കാൻ തുടങ്ങി.
യൂട്യൂബ് ചാനലിൽ വരുന്ന ഒരുപാട് ആഡിൽ, പരസ്യങ്ങളിൽ അവൾ അഭിനയിക്കാൻ തുടങ്ങി. എന്തിന്, ആ യൂട്യൂബ് ചാനലിൽ പോലും ഒരുപാട് പ്രോഗ്രാംസ്, ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ പതിവായി ഷൂട്ടിങ്ങിന് പോകുന്നത് കൊണ്ട് വീട്ടിൽ ഭർത്താവിനും കുട്ടികൾക്കും കൂടുതൽ ശ്രദ്ധ അവൾ നൽകാറില്ല. അതേസമയം ഭാര്യ ഒരിക്കലും വീട്ടിൽ കാണുന്നില്ല, എപ്പോഴും ഷൂട്ടിങ്ങിനായി പുറത്തു പോവുകയാണ്. മാത്രവുമല്ല, വശീകരിക്കുന്ന രീതിയിൽ അവൾ നൃത്തം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള റീൽസ് പോസ്റ്റ് ചെയ്യുന്നതൊന്നും ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. ഇക്കാരണത്താൽ ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടായ പ്രശ്നം അവസാനിക്കാതെയായി. ഈ സമയം രവീണ തന്റെ ഭർത്താവിനെ കാണുന്ന ആ ഒരു രീതി തന്നെ മാറി. സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് വിജയിച്ച് കാണിച്ചിട്ടുണ്ട്, എനിക്കൊരു ഭാവിയുണ്ട്, വളർച്ചയുണ്ട്. പക്ഷെ എൻ്റെ ഭർത്താവിന് അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവിനെ അവൾ ഒരു ശത്രുവായി കാണാൻ തുടങ്ങി. അദ്ദേഹത്തിന് എന്നോട് സ്നേഹമില്ല, ശ്രദ്ധയില്ല, എൻ്റെ വളർച്ചയൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല, അദ്ദേഹത്തിന് എന്നോട് അസൂയയാണ്. ഇങ്ങനെ സ്വന്തം ഭർത്താവിനോട് അവൾക്കൊരു വെറുപ്പ് തോന്നാൻ തുടങ്ങി. അതേസമയം ഏത് യൂട്യൂബറുമായാണോ അവൾ പരിചയത്തിലായത്, സുരേഷ് എന്ന ആ യൂട്യൂബറെ ഇവൾ കാണാൻ തുടങ്ങിയത് മറ്റൊരു രീതിയിലായിരുന്നു. അതായത് അവനൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിലൂടെ അവന് വരുമാനം ലഭിക്കുന്നുണ്ട്. എന്നിട്ട് കൂടിയും എനിക്കൊരു വളർച്ച ലഭിക്കണം എന്നതിനു വേണ്ടി എനിക്ക് ഷോർട്ട് ഫിലിംസിൽ അഭിനയിക്കാൻ അവസരം നൽകുന്നുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ പോലും വളർന്നു വരാൻ അവൻ എന്നെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് കരുതി അവനിൽ ഇവൾക്കൊരു പ്രത്യേക ആകർഷണം വരുന്നു. ഈ അതുല്യമായ ആകർഷണം ക്രമേണ ഒരു പ്രണയബന്ധമായി മാറി. അവർ പലപ്പോഴും സംസാരിക്കാൻ തുടങ്ങി, കണ്ടുമുട്ടാൻ തുടങ്ങി, ക്ലോസ് ആകാൻ തുടങ്ങി, ശാരീരികമായ ഒരു ബന്ധം പോലും ഉണ്ടാകുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ജോലിക്ക് പോകും, അമ്മായിയപ്പനും കാറ്ററിംഗ് ബിസിനസ്സിനായി പോകും, മകനും സ്കൂളിൽ പോകും. ഇവൾ എപ്പോഴെല്ലാമാണോ വീട്ടിൽ തനിച്ചുള്ളത് അപ്പോഴെല്ലാം തൻ്റെ കാമുകനെ വീട്ടിലേക്ക് വിളിക്കും. ഇവർ ഒരുമിച്ച് സമയം ചിലവഴിക്കും. ഇങ്ങനെയാണ് ഈ ബന്ധം മുന്നോട്ട് പോയത്. ഈ സമയത്താണ് 2025 മാർച്ച് മാസം 25 രാവിലെ ഭർത്താവ് ജോലിക്ക് പോകുന്നു. ജോലിക്ക് പോയി തൊട്ട് പിന്നാലെ തൻ്റെ കാമുകനെ അവൾ വരാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അപ്രത്യക്ഷമായി അന്നത്തെ ദിവസം അവളുടെ ഭർത്താവ് ഉച്ചഭക്ഷണത്തിനായി വീട്ടിലേക്ക് വരുന്നു. വന്ന് വാതിൽ മുട്ടുന്നു. ഇപ്പോൾ ഭാര്യ പൂർണ്ണമായും ഞെട്ടിപ്പോയി. അവളുടെ രഹസ്യ കാമുകരുമായി അവൾ കിടക്കയിലുണ്ട്. എന്ത് ചെയ്യണമെന്നേ അറിയില്ല. ഭർത്താവ് തുടർന്ന് വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ തങ്ങൾ പിടിക്കപ്പെട്ടു എന്നവൾക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവൾ വാതിൽ തുറന്നു. ഭർത്താവ് അകത്തേക്ക് വരുന്നു. ഭാര്യയോടൊപ്പം കട്ടിലിൽ മറ്റൊരു പുരുഷനുണ്ടായിരുന്നത് കണ്ട് അയാൾ ഞെട്ടിപ്പോകുന്നു. ഭാര്യ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടും, ഷോർട്സ് ചെയ്യും, കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ ഇത്രത്തോളമൊക്കെ എത്തുമെന്ന് അദ്ദേഹം ഒരിക്കലും സങ്കല്പിച്ചിട്ടേ ഇല്ല. വല്ലാത്ത ദേഷ്യം വന്ന് ഈ കാമുകനായ സുരേഷിനെ ആക്രമിക്കാനും അടിക്കാനും തുടങ്ങി. ഇപ്പൊ ഭാര്യ ചെയ്തത് കാമുകനെ രക്ഷിക്കാൻ ഭർത്താവിനെ ആക്രമിക്കാൻ തുടങ്ങി. ഇപ്പോ ഈ പ്രവീൺ ഭാര്യയെ തള്ളി മാറ്റി കാമുകനെ വീണ്ടും വീണ്ടും അടിക്കാൻ തുടങ്ങി. ഇത് സഹിക്കാൻ കഴിയാത്ത രവീണ എന്ന സ്ത്രീ അകത്തേക്ക് ചെല്ലുന്നു. ഒരു വലിയ സ്കാർഫ് എടുത്തുകൊണ്ടുവന്നു. സ്കാർഫ് എടുത്ത് ഭർത്താവിന്റെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ കാമുകന്റെ ശരീരത്തിൽ നിന്നും പ്രവീൺ തന്റെ കൈകളെടുത്ത് മാറ്റിയത്. തുടർന്ന് പ്രവീൺ തന്റെ കൈകൾ പിടിച്ച സ്കാർഫിനെ മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ രവീണ അത് മുറുകെ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ കാമുകൻ ചെയ്തത് അദ്ദേഹത്തിന്റെ കൈകാലുകൾ പിടിച്ചു വെച്ചു. ഭാര്യ ആ കഴുത്തിലിട്ടിരിക്കുന്ന കുരുക്ക് അങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു 5-6 മിനിറ്റിനുള്ളിൽ പ്രവീൺ മരിച്ചു. ശരിക്കും ഇവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്നേ അറിയില്ല. ഒരു അബദ്ധത്തിൽ കൊലപാതകം ചെയ്തതാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും കൊന്നു. ഇനി ഡെഡ് ബോഡി എന്ത് ചെയ്യാം? രണ്ടുപേരും പരസ്പരം നോക്കാൻ തുടങ്ങി. അപ്പോഴും രവീണ എന്ന സ്ത്രീ വളരെ സമർത്ഥമായി ചിന്തിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇത് പകൽ സമയമാണ്. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പോ നീ പോ, മകൻ സ്കൂളിൽ നിന്നും വരാൻ സമയമായി. ഇന്ന് രാത്രി നമുക്ക് ഈ ഡെഡ് ബോഡി സംസ്കരിക്കാം. ഇങ്ങനെ വീട്ടിൽ മകൻ വരുന്നതിന് മുൻപ് തന്നെ, അമ്മായിയച്ഛൻ വരുന്നതിന് മുൻപ് പ്രവീണിന്റെ ഡെഡ് ബോഡി വീട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് മറച്ചു വെച്ചു. അതിനുശേഷം മകൻ വരുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അവനെ ഉറക്കുന്നു. അമ്മായിയപ്പനും രാത്രി ഉറങ്ങാൻ കിടന്നു. രാത്രി ഒരു 11 മണിക്ക് ഈ കാമുകൻ ആ ഏരിയയെ ചുറ്റിക്കറങ്ങുകയാണ്. ആ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പിന്നീട് രാത്രി 1 മണിക്ക് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം അവൾ തന്റെ ഭർത്താവിന്റെ മൃതദേഹം പുറത്തേക്കെടുത്ത് കാമുകന്റെ ബൈക്കിൽ കയറ്റി. നടുവിൽ വച്ചിട്ട് ഇവൾ പുറകിൽ കയറി തൊട്ടടുത്തുള്ള ഒരു കനാലിൽ ചെന്ന് അവിടെ വലിച്ചെറിഞ്ഞു. അങ്ങനെ കനാലിലേക്ക് വലിച്ചെറിയുന്നതിന് മുൻപ് അവന്റെ കാലിൽ ധാരാളം കല്ലുകൾ കെട്ടി ശരീരം പുറത്തു വരാൻ പാടില്ല എന്നതിനു വേണ്ടി അത്രയേറെ പദ്ധതിയിട്ട് അതിനെ വലിച്ചെറിഞ്ഞു. പക്ഷേ സാധാരണ ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസിൽ ഗ്യാസ് പാർട്ടിക്കിൾസ് ഫോം ആകാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കായി തന്നെ അത് പൊങ്ങി ഉപരിതലത്തിലേക്ക് വരും. അങ്ങനെയാണ് അടുത്ത ദിവസം പ്രവീണിന്റെ ഡെഡ് ബോഡിയും മുകളിലേക്ക് പൊങ്ങി വന്നു. അത് ആ നാട്ടുകാർ കാണുകയും പോലീസ് അറിയുകയും ചെയ്തു. ശരിക്കും ഈ കുറ്റസമ്മതം കേട്ട ആ പ്രദേശത്തെ ആളുകൾ, കൊല്ലപ്പെട്ട പ്രവീണിന്റെ അച്ഛൻ, ആ 6 വയസ്സുള്ള അവരുടെ മകൻ, എല്ലാവരും ഞെട്ടിപ്പോയി. ഒരു സ്ത്രീക്ക് സ്വന്തം ഭർത്താവിനെ ഇത്രത്തോളമൊക്കെ കൊല്ലാൻ കഴിയുമോ? പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഭ്രമത്തിനു വേണ്ടി, വിവാഹേതര ബന്ധത്തിനു വേണ്ടി.
ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയെന്നത് ആർക്കും വിശ്വസിക്കാനേ സാധിച്ചില്ല. ആ ഗ്രാമത്തിലെ ആളുകളെല്ലാം അവളെ കഠിനമായി വെറുക്കാൻ തുടങ്ങി. എല്ലാവരും അവളെ ശകാരിക്കാനും ശപിക്കാനും തുടങ്ങി. നീയൊക്കെ ഒരു സ്ത്രീയാണോ എന്ന രീതിയിൽ എല്ലാവരും അവളെ ചെളി വാരി എറിയുന്നത് മാത്രമാണ് ബാക്കിയായത്. എന്നാൽ ഈ 2 പേരെയും ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിനാ? ഇവൾ ഈ കുറ്റസമ്മതം നടത്തിയല്ലോ. അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കാമുകനെയും അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇവർക്കെതിരെ ധാരാളം തെളിവുകളുണ്ട്. ഒന്നാമത്തേത് CCTV ദൃശ്യങ്ങൾ. രണ്ടാമതായി പോലീസ് അവരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചിരുന്നു. ഈ കൊലപാതകം നടന്നപ്പോൾ ഇവർ 2 പേരുടെ സെൽഫോൺസും ഒരേ സ്ഥലത്തായിരുന്നു. അതെവിടെയായിരുന്നു? പുലർച്ചെ 3 മണിക്ക് മൃതദേഹം വലിച്ചെറിഞ്ഞപ്പോൾ ഇവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻസ് ടവറെല്ലാം ഒരു സ്ഥലത്താണോ കാണിച്ചത്? ഇങ്ങനെ ഒരുപാട് തെളിവുകൾ. കൂടാതെ CCTV ദൃശ്യങ്ങളിൽ നിന്നും ആ ബൈക്കിന്റെ നമ്പർ എടുത്ത് അത് സുരേഷിൻ്റെതാണ് എന്നും സ്ഥിരീകരിച്ചു. മൊത്തത്തിൽ ഇവർക്കെതിരെ ഒരുപാട് തെളിവുകളുണ്ട്. ശക്തമായ തെളിവുകൾ തന്നെയുണ്ട്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ ഈ 2 പേർക്കെതിരെ നിരവധി കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ കേസ് കോടതിയിൽ വിചാരണയ്ക്കായി കാത്തിരിക്കുകയാണ്. ഈ സംഭവം നടന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്, ഒരു 4-5 മാസത്തിന് മുൻപാണ്. അപ്പോൾ തീർച്ചയായും ഇത് ട്രയലിന് പോകാൻ ചില വർഷങ്ങൾ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഇവർക്കെതിരെ ശക്തമായ തെളിവുകൾ ഉള്ളതിനാൽ ഇവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടും. കേസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. അടുത്തൊരു 5-10 മിനിറ്റ് നമ്മൾ അറിയാൻ പോകുന്ന കാര്യങ്ങൾ, ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേർ അനുഭവിച്ചിട്ടുണ്ടാകും. ഒരുപാട് പേർക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകണം എന്നുള്ളൊരു സ്വപ്നമുണ്ടാകാം. അതും സ്ത്രീകൾക്ക് വളരെ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇത് ഇരട്ടി വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. നിങ്ങളിൽ പലരും റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യും. താഴെ ധാരാളം അനാവശ്യമായ കമന്റ്സ് ഒക്കെ വരും. അത് ഭർത്താവ് കാണും. ഉടൻ തന്നെ ആ ചാനൽ ക്ലോസ് ചെയ്യാൻ ആവശ്യപ്പെടും. ഇതൊക്കെ നമ്മൾ നേരിടുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ എങ്ങനെ ഒഴിവാക്കാം? സോഷ്യൽ മീഡിയയിൽ എങ്ങനെ സുരക്ഷിതമായി വളരാം? ഇത്തരത്തിലുള്ള ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംഘർഷം എങ്ങനെ ഒഴിവാക്കാം? ഇങ്ങനെയുള്ള ചില രസകരമായ കാര്യങ്ങളാണ് നമ്മൾ അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്രൈം കേസ് ഇതോടുകൂടി അവസാനിച്ചു. അടുത്ത് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ബോറിംഗ് ആയി തോന്നിയാൽ ഇവിടം വെച്ച് തന്നെ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാം. ഈ കേസിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ ഇത്രയും ക്രൂരമായി കൊല്ലാൻ തോന്നിപ്പിച്ചതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, സോഷ്യൽ മീഡിയയുടെ ആസക്തിയിൽ അവൾ മുങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ ഭർത്താവ് അതിൽ നിന്നും അവളെ പുറത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടപ്പോൾ ഭർത്താവിനോട് തന്നെ ദേഷ്യം വന്നു. തന്നോട് ഭർത്താവിന് സ്നേഹമില്ല, തൻ്റെ വളർച്ചയിൽ അയാൾക്ക് അസൂയയാണ്. ഇങ്ങനെ പലതരം ചിന്തകൾ മനസ്സിൽ വന്നു. അങ്ങനെ ഒരു വശത്ത് ഭർത്താവിനോട് തന്നെ ഒരു വെറുപ്പ് തോന്നുന്നു, ദേഷ്യവും വികാരവും ഉണ്ട്. പക്ഷെ അതേ സമയം മറ്റൊരാൾ വന്ന് ആ ശൂന്യത നികത്തുകയാണ്. അവിടെയാണ് ഒരു അവിഹിത ബന്ധം പൊട്ടിപ്പുറപ്പെട്ടത്. അങ്ങനെ സുരേഷ് എന്ന വ്യക്തി ആ കൃത്യസമയത്ത് അകത്തേക്ക് വരികയും അയാൾ ആ വിടവ് നികത്തുന്നു. ഭർത്താവിൽ നിന്നും അവൾക്ക് ലഭിക്കാത്തത് അവൾക്ക് ആ വ്യക്തിയിൽ നിന്നും ലഭിക്കുന്നു. അതായത് സോഷ്യൽ മീഡിയയിൽ വളരാൻ പിന്നെ സുരേഷ് സഹായിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായി അവനിൽ ഒരു താല്പര്യം വരുന്നു. അത് ക്രമേണ ഒരു വിവാഹേതര ബന്ധമായി തന്നെ മാറി, അവിഹിത ബന്ധം. ഇപ്പോൾ ഈ ബന്ധങ്ങൾക്കും ഈ ആസക്തിക്കും എല്ലാം ഭർത്താവ് ഒരു തടസ്സമായി മാറുന്നു. അതുകൊണ്ട് കൊലപ്പെടുത്തി. ഇത് വളരെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ്. ഭർത്താവിനോടുള്ള വെറുപ്പ്, അതേസമയം ഈ മൂന്നാമൻ അയാൾ തന്നിൽ കാണിക്കുന്ന സ്നേഹം. ഇവ രണ്ടും ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത്. ശരി, ഈ സ്ത്രീ ഇപ്പോൾ എന്ത് ന്യായീകരണം നൽകിയാലും അവൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. അപ്പോൾ പിന്നെ പെൺകുട്ടികൾക്കൊന്നും ഷോർട്സ് ചെയ്യാൻ കഴിയില്ല, റീൽസ് ഇടാൻ കഴിയില്ല, ഇൻഫ്ലുവൻസർ ആകാൻ കഴിയില്ല എന്ന് ചോദിച്ചാൽ എല്ലാം ചെയ്യാം, അതിനെല്ലാം അവകാശമുണ്ട്. പക്ഷേ ഇതിനകം പറഞ്ഞതുപോലെ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് വെല്ലുവിളികളും നിയന്ത്രണങ്ങളും ഒരുപാടുണ്ട്. കാരണം ഒരു പെൺകുട്ടി റീൽസ് ഇട്ട് ഫേമസ് ആവുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം, താഴെ അൺവാണ്ടഡ് ആയിട്ടുള്ള കമന്റ്സ് ഒരുപാടുണ്ടാകും. പേഴ്സണലായി തന്നെ മെസ്സേജ് ചെയ്യും അവരുടെ ശരീരഘടനയെക്കുറിച്ചോ. ഇനി ഗ്ലാമറസ് ആയി വീഡിയോസ് ഇടുകയാണെങ്കിൽ കമന്റ്സിന്റെ എണ്ണം കൂടുതലായിരിക്കും. ഇതെല്ലാം അവൾ ഫേസ് ചെയ്തേ മതിയാവുകയുള്ളൂ. അവൾ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കാണുന്ന ഭർത്താവിന്റെ അവസ്ഥ എന്തായിരിക്കും? ഭർത്താവിന് 4 തരത്തിലുള്ള വികാരമായിരിക്കും ഇത് തോന്നുക. ഒരു അസൂയ അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി. ഇത്രയും ദിവസം എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഭാര്യയ്ക്ക് ഇപ്പോൾ ഇത്രയേറെ പേർ കമന്റ്സ് ചെയ്യുന്നല്ലോ എന്നൊരു വികാരം. അതേസമയം ഇൻസെക്യൂരിറ്റി, അരക്ഷിതാവസ്ഥ. ഇത്രയേറെ പുരുഷന്മാർ തൻ്റെ ഭാര്യ അപ്രോച്ച് ചെയ്യുമ്പോൾ ഭാര്യയ്ക്ക് ഒരു പക്ഷെ അവരോട് മറ്റെന്തെങ്കിലും ഒരു ഇഷ്ടമോ മറ്റേതെങ്കിലും രീതിയിലുള്ളൊരു ബന്ധമോ ഉണ്ടാകുമെന്നുള്ളൊരു ഭയം, ഇൻസെക്യൂരിറ്റി വരാൻ തുടങ്ങും. അതിനുശേഷം രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാംസ്കാരികവും പരമ്പരാഗതവുമായ വിഷയമാണ്. നമുക്ക് തന്നെ അറിയാം വിവാഹിതരായ സ്ത്രീകൾ വീട്ടിൽ എങ്ങനെയായിരിക്കുമെന്ന്. വീട്ടിൽ അമ്മായിയമ്മ, അമ്മായി അച്ഛൻ, ഇവരുടെ സ്വഭാവ രീതികൾ, പ്രവർത്തനങ്ങൾ, കുടുംബ അംഗങ്ങൾ, ഇവരൊക്കെ എന്തായിരിക്കും ചിന്തിക്കുക? സാരി ഉടുത്ത് വീട്ടിലിരിക്കേണ്ട പെണ്ണ് ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് റീൽസും ഷോർട്സ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ പുറത്തു പോയാൽ നമ്മുടെ കുടുംബത്തിന്റെ ബഹുമാനം എന്താകും എന്നുള്ളൊരു ഭയം വരാൻ തുടങ്ങും. അതിനുശേഷം മൂന്നാമതായി സ്വകാര്യതയെ അത് ബാധിക്കും. അതായത് ഒരുപാട് പേർ കണ്ടിട്ടുണ്ടാകും, വീട്ടിൽ നടക്കുന്ന ഓരോ വിഷയവും പോസ്റ്റ് ചെയ്യും. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെയും അവരെല്ലാ കാര്യങ്ങളും പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും പരസ്യമാകും. ഭർത്താവിന് തന്റെ സ്വകാര്യത നഷ്ടപ്പെട്ടതായി തോന്നും.
അദ്ദേഹത്തിന് സ്വന്തമായി ഒരു സ്വകാര്യ ജീവിതം ഇല്ലാത്തതുപോലുള്ള ഒരു ഉണർവ് ലഭിക്കും. ഇവയ്ക്കെല്ലാം അപ്പുറം സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ ഇവൾ എപ്പോഴും ഷൂട്ട്, റീൽസ്, എഡിറ്റ് ഇക്കാരണത്താൽ വീട്ടിൽ ശ്രദ്ധ ചെലുത്തില്ല. വീട്ടിൽ പാചകം ചെയ്യില്ല, കുട്ടികളെ പരിപാലിക്കില്ല, മൊത്തത്തിൽ നല്ലൊരു ഭാര്യയായോ നല്ലൊരു അമ്മയോ ആകാൻ സാധിക്കില്ല. ഇങ്ങനെ 4 തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് സോഷ്യൽ മീഡിയയിൽ നിന്നും പുറത്തേക്ക് വരാൻ ആവശ്യപ്പെടുന്നത്. ഇതിൽ ചില പോയിന്റ്സ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും, ചില പോയിന്റ്സ് അംഗീകരിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് നമ്മളിങ്ങനെ ഗ്ലാമറസ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ഇടുകയാണെങ്കിൽ തീർച്ചയായും ഏതൊരു പുരുഷനും അത് ഹേർട്ടിംഗ് ആയിരിക്കും. അതവരുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ കണ്ടാൽ അവരിനി കമന്റ് എന്തെങ്കിലും ചെയ്താൽ അത് അദ്ദേഹത്തിന് വല്ലാത്തൊരു ഹേർട്ടിംഗ് ആയി മാറും. ഇനി അടുത്തൊരു ചോദ്യം വരാം, അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീക്ക് ഇൻഫ്ലുവൻസർ ആകാനേ കഴിയില്ലേ? അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം വരാം. ചെയ്യാം, അത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ ഈ കേസിൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന റീൽസ് അല്ലെങ്കിൽ ഈ ലിപ്സിംഗ് ഇതൊക്കെ ഭർത്താവിന് ഇഷ്ടപ്പെടുന്നില്ല, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ മനസ്സ് ശരിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം അദ്ദേഹം നിങ്ങളോടൊന്ന് ദേഷ്യപ്പെടുകയായിരിക്കും ചെയ്യുക. അത് യാതൊരു സംശയവും വേണ്ട. ഇതെല്ലാം അവസാനിപ്പിക്കണം എന്ന് നിങ്ങളോട് കർശനമായി തന്നെ പറയും. അങ്ങനെ ഒരു ആർഗ്യുമെന്റ് വരുമ്പോൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ഭാര്യ എന്ന നിലയിൽ ദയവായി ക്ഷമയോടുകൂടി കേൾക്കുക. ആ സാഹചര്യം, ആ ഒരു ഭർത്താവിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു, അത് 100% ശരിയാണ്. അതിനാദ്യം അദ്ദേഹം പറയുന്നത് ക്ഷമയോടുകൂടി കേൾക്കുക. ആ നിമിഷം നിങ്ങൾ കയറി തർക്കിക്കരുത്. നിങ്ങൾ വാദിക്കുകയാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ പിന്നെ അതോടുകൂടി അവസാനിച്ചു. അവിടെ നിങ്ങളുടെ ബന്ധത്തിനൊരു വലിയ വിള്ളൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഭർത്താവ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം ഭർത്താവിന്റെ ദേഷ്യം കുറഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് നെഗോഷിയേറ്റ് ചെയ്യുക. അതായത് ഭർത്താവ് പറയും, നീ റീൽസ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ ഇങ്ങനെ ഗ്ലാമറസ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്യാൻ പാടില്ല. പലരും കമന്റ് ചെയ്യുന്നുണ്ട്, നമ്പേഴ്സ് ചോദിക്കുന്നുണ്ട്, നിന്നെ പല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഇതെന്നെ കൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറയും. ഇത് ന്യായമായ കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഒരു കുടുംബനാഥ എന്ന നിലയിൽ നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുക. അവിടെ ഇത്രയധികം സെക്സിയായ രീതിയിൽ വീഡിയോസ് ചെയ്താൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആകാൻ കഴിയൂ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. ആ സമയം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഉദ്ദേശം, ഗോൾ എന്താണ്? നല്ലൊരു ഇൻഫ്ലുവൻസർ ആകണം. അതിനുള്ള ഷോർട്ട് കട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. മറ്റ് പല രീതിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാം. നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കാണിക്കാം. എത്രയോ പേർ കുക്കിംഗ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് ചാനൽ തുടങ്ങാം. ആർട്ട് നന്നായി ചെയ്യുന്നവരുണ്ട്, അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യാം. ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആരും നിങ്ങളെ വിമർശിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾക്ക് പറയാം, ശരി, ഞാൻ ഇങ്ങനെ റീൽസ് ചെയ്യുന്നില്ല, എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, ഞാൻ അതുപോലെ റീൽസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള റീൽസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഏതൊരു ഭർത്താവും സമ്മതിക്കും. ഒരു ഭർത്താവും അതിന് നോ എന്ന് പറയില്ല. അപ്പോൾ നിങ്ങളുടെ ഭർത്താവിന്റെ പക്കൽ ഒന്ന് നെഗോഷിയേറ്റ് ചെയ്യുക. രണ്ടുപേരും ഒരു തീരുമാനത്തിൽ വരിക. ഇതൊക്കെ നിങ്ങൾക്കുള്ളിലെ പ്രശ്നം കുറയാൻ സാധ്യതയുണ്ട്. അതേസമയം ഭർത്താവിനോട് മൂന്നാമതായി വീണ്ടും ഒന്നുകൂടെ വിശദീകരിക്കാം, നമുക്കിതിനകം ധാരാളം സാമ്പത്തിക പ്രശ്നമുണ്ട്, വീട്ടിൽ തന്നെ എനിക്കുള്ള കഴിവുകളൊക്കെ എടുത്ത് ഞാൻ വീഡിയോസ് ചെയ്താൽ ചാനൽ വളരും, നമുക്ക് വരുമാനവും വരും, നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇങ്ങനെ കാര്യങ്ങൾ ഭർത്താവിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അദ്ദേഹവും മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെയും മനസ്സിലാക്കാതെ തുടർന്ന് ഈ ചാനലൊന്നും വേണ്ട, റീൽസ് ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷെ നമുക്കൊരു കൗൺസിലിംഗ് നൽകാം. യൂട്യൂബ് ചാനൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജസിൽ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ ഷോർട്ട് കട്ട് സെലക്ട് ചെയ്യാൻ പാടില്ല. ഒരല്പ സമയം എടുത്താണെങ്കിൽ കൂടിയും നിങ്ങൾ വളർന്നോളൂ. ഇതാണ് സോഷ്യൽ മീഡിയയുടെ നിങ്ങൾക്കൊരു ബഹുമാനം നൽകുന്നതും കുടുംബത്തിൽ ഒരു റെസ്പെക്ട് നൽകുകയും ചെയ്യും. വീണ്ടും 2-3 വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങളൊരു ഇൻഫ്ലുവൻസറായി നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ സമാധാനിപ്പിച്ചു. എന്നാൽ അങ്ങനെയാണെങ്കിൽ കൂടിയും നിങ്ങളുടെ ഭർത്താവിൻ്റെ പെർമിഷനോട് കൂടി ചെയ്താലും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളൊരു ഇൻഫ്ലുവൻസറാണ്. പബ്ലിക്കിലേക്ക് പോകുമ്പോൾ അത് നിങ്ങളുടെ കുടുംബത്തെ ഏത് തരത്തിൽ വേണമെങ്കിലും ബാധിക്കാതെ നോക്കണം. നിങ്ങളുടെ ജോലിക്കും കുടുംബത്തിനും ബന്ധത്തിനും എല്ലാം ഇടയിൽ ഒരു ക്ലിയറായ ബോർഡർ ഉണ്ടായിരിക്കണം. ഇൻഫ്ലുവൻസറാണ്, ഇത്ര മണിക്ക് ഷൂട്ട് ചെയ്യും, റീൽസ് ചെയ്യും, എഡിറ്റ് ചെയ്യും, തീർന്നു. 6 മണിക്ക് ശേഷം ഒന്നും ചെയ്യാൻ പാടില്ല. കുട്ടികൾ സ്കൂളിൽ നിന്നും വരും, ഭക്ഷണം ഉണ്ടാക്കണം, മക്കളെ നോക്കണം, ഭർത്താവിനെ നോക്കണം. ഇങ്ങനെ ക്ലിയറായി ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. ഒരു വശത്ത് മാത്രം പോയിക്കൊണ്ടിരുന്നാൽ സോഷ്യൽ മീഡിയ സക്സസ് ലഭിക്കും, ഒരുപാട് റീൽസ് ഒക്കെ ചെയ്യാം, പണം മാത്രം മതി എന്ന ആവശ്യത്തേക്ക് പോവുകയാണെങ്കിൽ കുടുംബത്തെ ശ്രദ്ധിക്കാതെയാകും. ഒരു ഘട്ടത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു ശൂന്യത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനാൽ ജോലിക്കും ജീവിതത്തിനും ഇടയിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഭർത്താവിനോട് ഒരുപാട് ട്രാൻസ്പെറന്റ് ആയിരിക്കുക. അപ്രൂവൽ നൽകിയിട്ടുണ്ട്, ചാനൽ റൺ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുകയാണ്, എന്ത് ചെയ്യാൻ പോവുകയാണ്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. ഇനി കൊളാബറേഷൻ ചെയ്ത് ജോലി ചെയ്യുകയാണെങ്കിൽ ആരുമായിട്ടാണ് ചേർന്ന് ജോലി ചെയ്യാൻ പോകുന്നത്, ഏത് പുരുഷനുമായി ചേർന്ന് വർക്ക് ചെയ്യുന്നു, ഇക്കാര്യങ്ങളെല്ലാം ഭർത്താവിനോട് തുറന്നു പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളോടൊരു വിശ്വാസം ഉണ്ടാകും. തൻ്റെ ഭാര്യ തൻ്റെ അറിവില്ലാതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന ആശങ്ക ഉണ്ടാകില്ല. നിങ്ങളൊന്നും പറയാതെ അദ്ദേഹം പെട്ടെന്ന് നിങ്ങളും മറ്റൊരാളും ചേർന്നുള്ള ഒരു വീഡിയോ കാണുകയാണ്, അദ്ദേഹത്തിന് അത് വലിയ ഞെട്ടലുണ്ടാക്കും. അപ്പോൾ ഭർത്താവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ട്രാൻസ്പെറന്റ് ആയിരിക്കുക, വളരെ പോസിറ്റീവായി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അവസാനമായി ഒരേ ഒരു കാര്യം മാത്രം പറയുകയാണ്,
ഇന്ന് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നത് വ്ളോഗിംഗ് എന്ന പേരിൽ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യവും അങ്ങനെ കണ്ണാടി പോലെ പുറത്ത് കാണിക്കും. അത് കാണുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടായി തോന്നും. അവർക്ക് ജീവിതത്തിൽ ഒരു പ്രൈവസി ഇല്ലാതെ പോവുകയാണ്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നമ്മുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് നമ്മുടെ ഫോളോവേഴ്സിന് ഷെയർ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. എന്നാൽ രാവിലെ പല്ല് തേക്കുന്നത്, കഴിക്കുന്നത്, പുറത്തെവിടെയെങ്കിലും പോകുന്നത്, ഉറങ്ങുന്നത് എല്ലാം ഇങ്ങനെ പുറത്ത് എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തു വയ്ക്കേണ്ട ഒരുപാട് നല്ല മെമ്മറീസ് നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ കൊണ്ടുപോയി ക്യാമറ വയ്ക്കുമ്പോൾ. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ വ്യൂ ആണ്. നിങ്ങൾക്കും ഇത് ചിന്തിച്ചു നോക്കാം. നമുക്കൊരു പ്രൈവസി ഉണ്ടാകണം, കുടുംബത്തിനൊരു പ്രൈവസി ഉണ്ടാകണം. എല്ലാ ഇടങ്ങളിലും ക്യാമറ എടുത്ത് കൊണ്ടുപോയി പുറം ലോകത്തോട് കാണിക്കണം എന്നൊരു ആവശ്യവും ഇല്ല. അത് പല സമയങ്ങളിൽ പല പ്രശ്നത്തിൽ കൊണ്ടുപോയി അവസാനിക്കും. അപ്പോൾ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആകണമെന്നുണ്ടെങ്കിൽ, അതും വിവാഹിതയായ സ്ത്രീകൾ ഇൻഫ്ലുവൻസർ ആകണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എടുക്കുക. ഒന്നും ചെയ്യാൻ പാടില്ല എന്നല്ല പറയുന്നത്, എല്ലാം ശരിയായ രീതിയിൽ കൊണ്ടുപോവുക. തീർച്ചയായും നല്ലൊരു ഇൻഫ്ലുവൻസർ ആകാൻ സാധിക്കും. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ പറയുക. ഞാൻ പറഞ്ഞതല്ലാതെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റിൽ അത് പറയാം. പോകുന്നതിന് മുൻപായി മറക്കാതെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.